ഇന്ന് നമുക്ക് സോസൊന്നും ചേർക്കാതെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ്, ബസ്മതി റൈസാണ് കേട്ടോ എടുക്കുന്നത്. അത് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒരു 10 മിനിറ്റ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ചോറ് ഊറ്റിയെടുക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വെള്ളം അളവൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ ചൂടാക്കിയിട്ട് നമുക്കതിലോട്ട് ഈ ഒരു കറുകപ്പട്ട, ഏലക്കായ, കരിയമ്പൂവ് അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലോട്ട് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അരി ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വേവ് നോക്കണം. ഒരുപാട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിന് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം തിളക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കണമായിരുന്നു, ഞാനത് വിട്ടുപോയതാണ്. പിന്നെ ഞാനിവിടെ ചിക്കൻ മസാല പരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ മസാല പരട്ടി വെക്കാം കേട്ടോ. കുറച്ച് സുക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ചിക്കൻ മസാല പരട്ടി വെക്കാം കേട്ടോ. ഇത് വലിയ പീസാണ്, നിങ്ങൾക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ വാങ്ങിയപ്പോൾ വലിയ പീസാണ് കിട്ടിയത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അതങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കത് പിച്ചിയിട്ട് അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാനിത് ഫ്രിഡ്ജിൽ അരമണിക്കൂർ ഇങ്ങനെ മസാല പിടിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേവ് കറക്റ്റ് നോക്കണം കേട്ടോ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താക്കി, ഊറ്റി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നല്ല പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ഇനി അതിലിരുന്നിട്ട് ആവിയിൽ വേവണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആകുമ്പോൾ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കം ആവശ്യമാണ്, ക്യാരറ്റ് ആവശ്യമാണ്, പിന്നെ ഒനിയൻ സബോള ആവശ്യമാണ് കേട്ടോ. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ പാൻ വെക്കുന്നുണ്ട്. അതിലോട്ട് ഒലിവ് ഓയിലോ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ പീസാണ് കേട്ടോ. നിങ്ങൾ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കണം. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് വലിയ പീസായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ അത് കൈ കൊണ്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ചൂടാകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു പാനിൽ തന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ആ പാന് കഴുകിയിട്ട് വേറെ ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഫീൽ ചെയ്ത് കളറ് മാറും. സാധാരണ ഫ്രൈഡ് റൈസിന് വെള്ള കളറാണല്ലോ, ഇതാകുമ്പോൾ മഞ്ഞ കളറായി പോകും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനൊരു അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, പിന്നെ സബോള, പിന്നെ ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരുപാട് വേവരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് പിച്ചി വെച്ചിട്ടുള്ള നമ്മുടെ കൈ കൊണ്ട് ശരിക്കും പിച്ചി വെക്കണ്ട, കാരണം ചെറിയ കഷ്ണമായിട്ട് നമുക്ക് ചിക്കൻ കട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഫ്രൈ ചെയ്തത് നേരെ ഇട്ട് കൊടുക്കാം. ഞാനിതിങ്ങനെ കൈ കൊണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഹസ്ബൻഡ് ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ആകുമ്പോൾ കഴിക്കുകയും ചെയ്യും കേട്ടോ. അറിയാത്ത രീതിയിൽ അങ്ങ് കഴിച്ചു പോകും. അപ്പോൾ ഞാനിതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാൻ ആ ഒരു ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വേവരുത്, അങ്ങനെ ആകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാനിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൊമാറ്റോ സോസ് ഒഴിക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ മോന് പറഞ്ഞുകൊണ്ടാണ് ഒഴിക്കാതെ ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ആദ്യം ഉണ്ടാക്കാറ്. ഞാൻ സോയാ സോസും അങ്ങനെയൊന്നും ഒഴിക്കാറില്ല. പിന്നെ ഞാൻ ആ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരുപാട് നേരം ചൂടാക്കേണ്ട, കാരണം റൈസ് വെന്ത് കുഴഞ്ഞു പോകും. ഈ ഒരു ഫ്രൈഡ് റൈസ് എപ്പോഴും റൈസ് പാകത്തിനുള്ള വേവാണ് നല്ലത്, ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ.